സംരക്ഷണ രംഗത്ത് ദീർഘകാലം പരിചയമുള്ള കൊച്ചി കടവന്ത്രയിലെ സ്വാനീസിലെ സ്വാനി സിബിയാണ് ഇന്ന് നമ്മളോടൊപ്പം. ആയാലും ഏജ് ആയില്ലെങ്കിലും ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ. നമുക്ക് സ്കിന്നിന് നമുക്ക് ചുളിവ്, ഏജ് ആകുമ്പോൾ നമ്മൾ പറയും ചുളിവ് വരുന്നത്. അതെ, അപ്പം നമുക്ക് സ്കിന്നിൽ ചുളിവ് ഉണ്ടാകാതിരിക്കാനുള്ള ഫേഷ്യൽ. പിന്നെ നമുക്ക് ചെയ്യാം, നമുക്ക് ഒരു ടീനേജ് കഴിയുമ്പോഴേ നമുക്ക് ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ. അതിൽ ഏറ്റവും ബെസ്റ്റ് ഗാൽവാനിക് സ്പായാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സ്പാ. ഓക്കെ, അപ്പോൾ ഇതിപ്പം രണ്ട് രീതിക്ക് പറഞ്ഞു, അതായത് ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ടീനേജ്, അങ്ങനെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ, ഇനി ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നും ചെയ്യുന്നതിനോട് നമുക്ക് ചോദിച്ചറിയാം അല്ലേ? അപ്പോൾ തുടങ്ങാം. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് സ്കിന്ന് ആദ്യമേ നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. സ്കിന്ന് നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഓരോ ഏജിൽ നമുക്ക് എത്രമാത്രം നമുക്ക് ചുളിവുണ്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമുക്കിത് ആദ്യമേ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ സ്കിന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യുന്നത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ സ്കിന്നിപ്പോൾ ഇങ്ങനത്തെ, അതായത് ഇതിപ്പോൾ നമ്മുടെ നോർമൽ സ്കിന്നാണ്. നോർമൽ സ്കിൻ അത്ര പെട്ടെന്ന് നമുക്ക് ചുളിവ് വീഴത്തില്ല. എങ്കിലും നമ്മളിപ്പം ഒരു ഏജ് വരുമ്പം നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകണം. ഇപ്പോൾ ക്ലെൻസിങ് കൊണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കുക. നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ ചെയ്യുന്നത് ഫേസിൽ നമ്മൾ ഒരു ജെൽ അപ്ലൈ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജെൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ സ്കിന്നിൽ നമുക്ക് ഇൻസൈഡ് ആ ജെല്ല്, നമുക്കിപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കിയ സ്കിന്നല്ലേ, നമ്മൾ നന്നായിട്ട് അത് വലിച്ചെടുക്കും. അപ്പം ജെല്ല് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗാൽവാനിക് മെഷീൻ വെച്ചിട്ട് നമ്മൾ അതിന് ഗാൽവാനിക് സ്പായുടെ മെഷീനുണ്ട്. അപ്പോൾ നമുക്ക് ഡസ്റ്റ് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിപ്പം ഈ കുട്ടി നല്ല ഹോട്ടായിട്ടുണ്ട്. അപ്പോൾ ചില സ്കിന്നാണെങ്കിൽ നല്ല കൂളായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടായിട്ടാണെങ്കിൽ നമ്മളൊരു ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കൂളാക്കി കൊടുക്കും. ശരിക്കും നല്ലൊരു റിലാക്സേഷനും കൂടിയാണ് ഇതൊരു, അതിനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു മസാജ് ചെയ്ത് ഒരു സ്കിന്ന് കുറേ ഫ്ലഷായിട്ട് നമുക്കുള്ളിടത്ത് നമുക്കിങ്ങനെ ഇത് ഡാമേജ് ആക്കാതെ നമുക്കൊന്ന് ലൈറ്റായിട്ടൊരു ചെയ്ത് കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് നന്നായിട്ടിരിക്കും. ആ ജെല്ല് മിക്സ് ആയി പോകും. നമുക്ക് നോക്കാം. ജെല്ലാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ജെല്ല് ഇതാ ഓറഞ്ച് കളർ, ഓറഞ്ച് അതിൻ്റെ ഫ്ലേവർ ഓറഞ്ചാണ് വരുന്നത്. നമുക്ക് കളർ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഓറഞ്ച് തന്നെയാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണല്ലോ അല്ലേ. നമ്മൾ ബ്ലീച്ച് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഡാമേജ് ആവും. എന്താ വെച്ചാൽ നമ്മൾ ഐപാഡ് എടുത്തിട്ട് ഐസ് വെള്ളത്തിൽ നമ്മൾ മുക്കിയിട്ട് നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുക്കും. ഓക്കെ, എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണിന് എപ്പോഴും സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മളത് കൂളായിട്ടിരിക്കണം. അപ്പം നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളെ കണ്ണിന് വരുന്ന ഒരു യെല്ലോ ടിഞ്ച് അല്ലെങ്കിൽ വരും. അപ്പോൾ ആ യെല്ലോ കളർ വരികയില്ല. ഇത് നല്ല തണുപ്പ് കിട്ടും. ഈ ജെല്ല് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളത് വെച്ച് കൊടുക്കുന്നത്. ഈ ജെല്ല് നമ്മളൊരു 5 മിനിറ്റ്സ് വയ്ക്കണം. ഇപ്പം നമ്മൾ ഇൻസൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഷീൻ എടുക്കുമ്പോൾ ഇത് മെഷീൻ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കത് ക്ലീൻ ആയിരിക്കും. നന്നായിട്ട് ഡ്രൈ ആയ മെഷീൻ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു ഹാഫ് ഡ്രൈ ആവുന്നത് നമ്മൾ മെഷീൻ എടുക്കുന്നത് അല്ലേ. നമ്മൾ ഗാൽവാനിക് സ്പായുടെ മെഷീൻ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ ക്ലീൻ ആക്കാൻ പോവാണ്. യൂസ് ചെയ്യുമ്പോൾ സൈഡ് വശത്തേക്കാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്.
എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡസ്റ്റ് എല്ലാം നല്ല ഇങ്ങനെ നീറ്റായിട്ട് പോരും. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് റിമൂവറായിരുന്നു യൂസ് ചെയ്തത്. അപ്പം നമ്മളിപ്പം അതിനുവേണ്ടി ഇതും ഈ ഒരു മെഷീൻ അതെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സ്കിന്ന് ഡാമേജ് ആവുകയില്ല. നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹോൾസ് എല്ലാം ഓപ്പൺ ആയി വന്ന് പിന്നെ അത് അടഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡബിളായിട്ട് വരും. അപ്പം നമ്മൾ ഈ രണ്ട് സൈഡിലും കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരും ചിലർക്ക്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ രണ്ട് സൈഡും കൂടെ നമുക്കത് കണ്ടിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓർഡിനറി ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ആണെങ്കിൽ ഇത്രയും ക്ലീനായി വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഫ്രിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്, ഫ്രിക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് നമ്മൾ അതിനൊരു ശരിക്കും ഒരു സ്റ്റോപ്പ് ആകുന്നൊരു എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇത് പുറത്തോട്ട് നമ്മൾ എടുക്കുക ചെയ്യാം. എല്ലാ ഡസ്റ്റ് എല്ലാം നമ്മൾ ക്ലീനായിട്ട് പുറത്തോട്ട് എടുക്കുക ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വൈറ്റനിങ് മാസ്ക് ഇടുക. വൈറ്റനിങ് മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 മിനിറ്റ്സ് കഴിയുമ്പോൾ ഗാൽവാനിക് മെഷീൻ കൊടുക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇടാൻ പോകുന്നത് ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു പായ്ക്കല്ല, പക്ഷെ നമ്മൾ ഈ മാസ്ക് തന്നെ നമ്മൾ സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്യും. ഇത് ഹെർബൽ പായ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഹെർബലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ എല്ലാവർക്കും നമ്മളറിയാലോ നമുക്ക് അല്ലാതെ കെമിക്കൽസ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാം. നേരത്തെ നമുക്ക് തന്നെ സ്കിന്നിന് ഭാവിയിൽ ദൂഷ്യമായിട്ട് മാറും. ഇത് ഇനി ഇതിനകത്തൊരു നമുക്കൊരു കെമിക്കൽസ് എന്ന് പറയുന്നതില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഡസ്റ്റ് നമ്മൾ ഔട്ട്സൈഡ് എടുത്തിട്ട് നമ്മൾ പായ്ക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നത് നമ്മൾ ഗാൽവാനിക് മെഷീൻ നമ്മൾ കൊടുക്കുക. ഈ ഗാൽവാനിക് മെഷീൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ ഇൻസൈഡ് പോകുന്നത്. ഇവിടെ നമ്മൾ നേരം ഈ പാക്ക് കീപ്പ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഗാൽവാനിക് മെഷീൻ കൊടുക്കും. ഗാൽവാനിക് എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആകാൻ പാടില്ല. ഓക്കെ. ഗാൽവാനിക് മെഷീൻ കൊടുക്കുമ്പോൾ ഡ്രൈ ആകാതെ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസൈഡ് പോകും. അപ്പോൾ നമ്മളിത് ഹെർബൽ ആയതുകൊണ്ട് നമുക്ക് അതിന് എഫക്റ്റ് കൂടും. അതാണ് ഇതിന് വൈറ്റനിങ് കിട്ടുന്നത്. നമ്മളല്ലാണ്ട് ബ്ലീച്ച് ഇട്ടിട്ടല്ല ഇത് കിട്ടുക. അപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്ലേ? 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഗാൽവാനിക് മെഷീൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞു. മുഖത്ത് ഇതാ പാക്ക് ഉണ്ട്. നമ്മളത് ഗാൽവാനിക് മെഷീൻ വെച്ചിട്ട് ഒരു മസാജൊക്കെ ഗാൽവാനിക് മെഷീൻ വെച്ചിട്ട് നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻസൈഡ് ആക്കുക ചെയ്യും. നമ്മൾ ഒരു നമ്മുടെ കൈ കൊണ്ട് ചെയ്താൽ സ്കിന്നിൻ്റെ ഔട്ട്സൈഡ് മാത്രമേ ക്ലീൻ ആവുള്ളൂ. ഇവിടെ നമ്മൾ ഗാൽവാനിക് സ്പായുടെ മെഷീൻ വെച്ച് ചെയ്തുകൊണ്ട് ഔട്ട്സൈഡ് ക്ലീൻ ആയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഹെർബൽ ക്രീം നമ്മൾ ഇൻസൈഡ് പോയി ഈ പായ്ക്ക് നമ്മൾ ഇൻസൈഡ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഗാൽവാനിക് മെഷീൻ കൊടുക്കുന്നത്. ഇത് പവർ കൂടിയ മെഷീനാണ്. നേരത്തെ നമ്മൾ പവറില്ലായിരുന്നു. ഇത് എൻ്റെ മെഷീൻ എടുക്കുമ്പോൾ നമ്മൾ ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് മാക്സിമം 2 മിനിറ്റ് നല്ല പാടുകളൊക്കെ ഉള്ളതാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് കുറേ പാടുകളുണ്ടെങ്കിൽ നമുക്ക് ആ പാട് ശരിക്കും നമുക്കറിയാം നമുക്ക് ഡിമ്മാവും. അതായത് ഇൻസൈഡ് പോകും. നമ്മൾ അപ്ലൈ ചെയ്യുന്നതെല്ലാം ഇൻസൈഡ് പോകും. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്സൈഡ് മാത്രം ക്ലീൻ ആകുന്നത്. ഇത് ഇൻസൈഡ് പോയിട്ട് നമ്മളതിന് വർക്കൗട്ട് ആയി കഴിയുമ്പോൾ നമുക്കറിയാം ഈസി ആയിട്ട് അതിൻ്റെ ആ മാർക്സ് റിമൂവ് ആകും. അങ്ങനെയാണ് മാർക്സ് പോകുന്നത്. അപ്പോൾ ഈ വൈറ്റനിങ് എഫക്റ്റ് കിട്ടുന്ന അങ്ങനെയാണ്. നമുക്ക് സൺ ടാൻ വന്ന ആൾ നമുക്ക് ഔട്ട് മാത്രമല്ല നമുക്ക് ടാൻ അടിക്കുന്നത്. നമ്മൾ ഡീപ്പായിട്ട് വരുമ്പോൾ നമ്മൾ ഇൻസൈഡൂടെ വരുന്നുണ്ട്. അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അത് മാറി കിട്ടും. അതിനുവേണ്ടിയാണ് ഗാൽവാനിക് മെഷീനിലൂടെ വെച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ആ സെയിം പായ്ക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യും. ഇത് ഹെർബൽ പായ്ക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പായ്ക്കിൻ്റെ എഫക്റ്റ് നമുക്ക് ഒന്നുകൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളത് ക്ലീൻ ആക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. അതിനകത്ത് കെമിക്കൽസ് ഒന്നുമില്ല. ഫേഷ്യൽസ് ഒക്കെ എടുക്കുമ്പോഴേ അല്ലെങ്കിൽ ക്ലീനപ്പ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എത്ര ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്യണം? ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ക്ലീനപ്പ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം? ഏത് സ്കിന്നാണെങ്കിലും നമുക്ക് ഫേഷ്യൽ 1 മാസം മിനിമം വേണം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് വരുന്നത് ഒരു 15 ഡേയ്സ് വരും. 15 ഡേയ്സ് to 20 ഡേയ്സ് വരെ നോർമൽ. പിന്നെ നമുക്കത് വേസ്റ്റ് ആകുന്നു. പിന്നെ അതിന് പുറകോട്ട് പിന്നെ അതങ്ങനെ ഡസ്റ്റ് കയറും. അതങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 മന്ത് കഴിഞ്ഞിട്ട് ഫേഷ്യൽ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇപ്പോഴൊക്കെ ചെയ്യുന്ന ഫേഷ്യൽസ് ഇപ്പോൾ ഈ കുട്ടിയുടെ ചെയ്ത മെഷീൻസ് എടുത്ത് ചെയ്യുന്ന ഫേഷ്യൽസിന് നമ്മളത് ഇൻസൈഡ് നമുക്ക് റിമൂവ് ചെയ്യുന്ന. അപ്പോൾ ഇൻസൈഡ് വരെ അത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരു 6 മന്ത്സിൽ ചെയ്താൽ മതി. 6
മന്ത്സിൽ അതിന്റെ ഇടയിൽ ഇപ്പോൾ 6 monthsന്റെ ഇടയിൽ വേറെ ഒന്നും ചെയ്യണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് തനിയെ ക്ലീനപ്പ് ചെയ്യാം. ക്ലീനപ്പ് വീട്ടിൽ തന്നെ നമുക്ക് ക്ലീനപ്പ് ചെയ്യാം. വീട്ടിൽ തന്നെ ക്ലീനപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ആപ്രിക്കോട്ട് സ്ക്രബ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സോപ്പ് യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഫേസ് കഴുകുക, തണുത്ത വെള്ളത്തിൽ കഴുകുക, എന്നിട്ട് സ്ക്രബ് സോപ്പ് യൂസ് ചെയ്യുന്നതിന് കൂടുതൽ നമുക്ക് സ്ക്രബ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ സൺ ടാൻ പോകാൻ വേണ്ടി നമുക്ക് ഡെയിലി പാർലറിൽ കയറാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് സാധനം കേർഡാണ്. കേർഡ് നമ്മൾ അപ്ലൈ ചെയ്ത് 10 minutes കഴിയുമ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെൻറ്റേഷന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒരു ഹാഫ് പാർട്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തൈര് ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുന്നത്. വീട്ടിലെന്തായാലും അടുക്കളയിൽ നമ്മളെല്ലാവരും കിച്ചണിൽ കുറച്ച് തൈരാണല്ലോ. അപ്പോൾ എന്തെങ്കിലും പണികൾ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഡയറക്റ്റ് ഫേസ് തണുത്ത വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ മതി. 10 minutes വെച്ചാൽ നല്ലൊരു ടിപ്പും കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്തത് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ ഫേസ് കഴുകിയാണ്. ഓക്കെ, ഗാൽവാനിക് സ്പാ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ കുട്ടിയുടെ മുഖത്ത് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റുന്നത് ആദ്യം കണ്ടതിൽ നിന്നൊക്കെ കുറച്ചും കൂടി ആൾ ബ്രൈറ്റും ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ പാടുകളും കാര്യവും പെട്ടെന്ന് ഒരു നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടത് കണ്ടില്ലേ. സ്വർണ്ണാഭരണങ്ങൾ വീണ്ടും വീണ്ടും സ്വന്തമാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഡിസൈനുകളുടെ മായാജാലം തന്നെ. അത്തരത്തിൽ ഡിസൈനുകളുടെ വ്യത്യസ്തത കൊണ്ട് സ്വർണ്ണാഭരണ വിപണിയിൽ തിളങ്ങി നിൽക്കുന്നു ഭീമ ജ്വല്ലറിയുടെ കൊച്ചിയിലുള്ള MG റോഡ് ഷോറൂമിന്റെ കാഴ്ചകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭീമ ജ്വല്ലറിയുടെ കൊച്ചിയിലുള്ള MG റോഡ് ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ പപ്പഞ്ചേട്ടൻ തന്നെയാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. സ്വാഗതം. ഇപ്രാവശ്യം എനിക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ എപ്പിസോഡുകളിൽ കാണിച്ച ഓർണമെന്റ്സ് ഒന്നും ആയിരിക്കില്ല കാണിക്കുന്നത്. എന്തായാലും ഒരു പുതുമ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലേ പപ്പഞ്ചേട്ടാ? ഓക്കെ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഇത് മുടിയിലിടുന്നത്, മുടി പിന്നിട്ട് മുടി മാറ്റി ജഡ എന്നൊക്കെ പറയുന്ന ആ പേരുകൾ അറിയപ്പെടുന്നതാണ്. ഇത് നഗാസിനൊക്കൊന്നല്ലോ അല്ലേ? നഗാസിന്റെ ചെറിയ രൂപങ്ങളൊക്കെ വരുന്നുണ്ട്. കളറ് ചേഞ്ച് ചെയ്ത് ആ കളർ കുറച്ച് ഡിമ്മായിട്ടുള്ള കളറാണ്. ഇങ്ങനെ മുടിയിലേക്ക് സൈഡിലേക്ക് പിൻ ചെയ്ത് ബാക്കിൽ മുടി പിന്നീട് നല്ല ഭംഗിയിലൊക്കെ അല്ലേ ഇപ്പം മുടഞ്ഞൊക്കെ ഇടുകയാണെങ്കിൽ അല്ലേ പൂവിന് പകരം വെക്കാവുന്നത് അല്ലേ? ഈ മെടഞ്ഞൊക്കെ ഇടുമ്പോ നല്ല രസമായിരിക്കും. പേളാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ കളറ്. ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങോട്ട് കയറ്റി ഇറക്കിയും വെക്കാം. പിന്നെ ഈ പോർഷൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അത് ലോക്കറ്റ് നെക്ലസ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇതിങ്ങനെ നെക്ലസ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. നെക്ലസ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട്. നമ്മളങ്ങനെ എന്താ പറയാ ഏച്ചുകുട്ടിയെ മോഷ്ടിക്കുന്ന പറയണ പോലെ അതോ അങ്ങനെ ഒരു ഫീലില്ല. കാരണം ശരിക്കും ഒരു നെക്ലസ് പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇതിന്റെ രണ്ട് സൈഡില് പേളും സെന്ററിലെ പേളിനും ഒരു കളർ ഡിഫറൻസ്. ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള പേൾസ് രണ്ട് സൈഡിലുള്ള ഈ പീസ് നമുക്ക് മൾട്ടി പർപ്പസ് ആണ് ശരിക്കും വരുന്നത്. മാട്ടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം,
അതും വേണ്ട, സിമ്പിളായിട്ട് കുറച്ചും കൂടി പെൻഡന്റ് വേണമെങ്കിൽ നമുക്കൊരു സിമ്പിൾ ചെയിൻ ഇട്ടിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാൻ പറ്റും. പേളും അതുപോലെ തന്നെ മജന്ത കളർ അല്ലേ, സ്റ്റോണ് ജെം സ്റ്റോൺ ആദ്യം പറഞ്ഞ സൈസിലുള്ള സ്റ്റോൺ ഉണ്ട്. കോസ്റ്റ്ലി കളർ അപ്പിയറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യും. എന്നാലത് സാധാരണ കല്ലുമല്ല, അത്ര കോസ്റ്റ്ലി അല്ല. ഒരു 150, 140 അതുപോലെ വെയിറ്റ് കുറവായിരിക്കും. ഇത് മുടിയിൽ ഇങ്ങനെ ഇതുപോലെ ബാക്കിൽ ഹുക്കുണ്ട്. ഇതും ഈ പ്രശ്നം ഇപ്പോഴത്തെ ഡോക്ടറായിട്ട് യൂസ് ചെയ്യാം. ആ പർപ്പസ് മിക്കവാറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു യൂസ് ചെയ്യുമ്പോൾ ഇത് ചെയിനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനൊരു ഇത് കൊടുത്താലും മതിയല്ലേ, ഇത് വേണമെങ്കിൽ ഒരു പെൻഡന്റ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് അങ്ങനെ ചെയ്യാം. യൂസ് ചെയ്യാം. അല്ല, ലോക്കറ്റ് വേണമെങ്കിൽ പെൻഡന്റ് ലോക്കറ്റ് പോർഷൻ പെൻഡന്റ് അതൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് നമുക്ക് ഈ പീസിൽ തന്നെ ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ വെച്ചാൽ പിന്നെ ഒരു ഉപകാരം, ഇത് മുടി പിന്നിട്ടിട്ട് അവരിങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ ഹാങ്ങിങ് പോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഇതിലാണ് അല്ലേ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് റെഡ് സ്റ്റോൺസ് ആണ്, ബീഡ്സും എല്ലാം മിക്സ് ചെയ്ത് ലക്ഷ്മിദേവിയാണ് അല്ലേ. കയ്യിലും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്, പീകോക്കും ഷോർട്ടായിട്ടുള്ള പൂവ് വെച്ചിട്ട് ഭാഗത്ത് ആ പോർഷൻ മാത്രം മാത്രം കോവിനോടൊരു സിമിലാരിറ്റി വരാൻ വേണ്ടി പേളിന്റെ ആ ഒരു അല്ലേ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് റെഡിലും. ഇത് വരുമ്പോൾ പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മുടി മാത്രമായിരിക്കും, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇത് നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യണം. ആ ബ്യൂട്ടീഷ്യൻ്റെ ഒരു കഴിവ് കൂടി അത് ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളത്. നല്ല കളർഫുൾ ആയിട്ട് ശരിക്കും ഇത് പറഞ്ഞ പോലെ ബ്ലാക്ക് സർഫസിലാണെങ്കിൽ കുറച്ചും കൂടി നല്ല നല്ല effect എഫക്റ്റ് ആയിരുന്നു. ഈ ഒരു ഫിനിഷിങ് കിട്ടും അല്ലേ. ഇതിലും പറഞ്ഞ പോലെ ലോക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് യൂസ് ചെയ്യും. ഇവിടെ നിന്ന് ഈ പീസിൽ ജിംക്ക നമുക്ക് ഫംഗ്ഷൻ ഇതൊക്കെ ഈ പർട്ടിക്കുലർ വെഡിങ് ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള യൂസാണ് പറയുന്നത്. ഈ ലോക്കറ്റ് നമുക്ക് ഈ റിമൂവ് ചെയ്ത് നമുക്ക് ഈ പോർഷനിൽ ഫിക്സ് ചെയ്യും. ഒരു നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു പെൻഡന്റ് കിട്ടിയത് അല്ലേ. ഇതൊക്കെ ഓരോരോ പീസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം കണക്റ്റഡ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സൂക്ഷിക്കാനും നല്ല എളുപ്പമാണ് അല്ലേ. ഇത് ഏകദേശം ഇത്ര തന്നെ വെയിറ്റ് വരുന്നു. 90 ഗ്രാംസ് 90 ആ ഒരു വർക്കിനനുസരിച്ച് അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് വെറൈറ്റീസ് കണ്ടു, നെക്ലസ് ആണെങ്കിലും അതുപോലെ ഇയറിങ്സ്, ബാംഗിൾസ് എല്ലാം നമുക്കൊരു സെറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം ജോഡിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. നമുക്ക് ഡിസൈൻ വരച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും ചെയ്യും. അങ്ങനെ ഒരുപാട് എന്തായാലും പ്രേക്ഷകർക്ക് ഒരു പുതുമയുള്ളൊരു ഐറ്റം മനസ്സിലുള്ള ആശയങ്ങളുണ്ടെങ്കിൽ അത് സ്പോട്ടായിട്ട് നമ്മൾ ചെയ്തെടുക്കാനും പറ്റും. ഇവിടെ ഡ്രോയിങ് ചെയ്യാനായിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്. നമ്മൾ മനസ്സിൽ ഇന്ന പോലെ ആശയങ്ങൾ സൈഡിൽ ഇന്നത് വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആശയം പറഞ്ഞു കൊടുത്ത് അവർ ഡ്രോയിങ് ചെയ്തിട്ട് ഇനി അല്ല അവർ ഡ്രോയിങ് ചെയ്യാൻ കഴിവുള്ളവരാണ് വരച്ച് തന്നാലും നമ്മുടെ മനസ്സിലുള്ളത് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക പിക്ചർ ആക്കി എടുക്കാൻ പറ്റാത്തവരുണ്ടാവും. നമുക്ക് അങ്ങനെയുള്ള ഇവിടെ തന്നെ അവരുണ്ടാവുമ്പോൾ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് എളുപ്പമായിരിക്കും അല്ലേ. നമ്മൾ വരച്ചുകൊണ്ട് വരുന്നതും അപ്പോൾ അവരിത് ടെക്നിക്കലായിട്ടുള്ള ടെക്നിക്സ് ഇതിലുണ്ടാവും ഈ ഡ്രോയിങ്ങിൽ. അപ്പോൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യണം ഡീറ്റെയിലിംഗിലായിട്ട് അവർ വരച്ചു തരണം. അങ്ങനെയുള്ള സംവിധാനം നമ്മൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടല്ലോ അല്ലേ. ഇതിലും പുതുമ നിറഞ്ഞ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും നന്ദി, നമസ്കാരം.